Good morning, students. Today we are discussing about Kerala State Cooperative Agricultural and Rural Development Banks. You have learned about the classification of cooperative societies. That is, cooperative societies can be divided into credit cooperative societies and non-credit cooperative societies. And under the credit cooperative societies, there are agricultural credit cooperative societies and non-agricultural credit cooperative societies. And agricultural credit cooperative societies can again divided into societies providing short-term or medium-term agriculture loans and societies providing long-term agriculture loans. And we have already discussed about PACS, Primary Agricultural Credit Societies, which provides short-term or medium-term agricultural credit to at a primary level. And in the last session, we discussed about PCRDBs, that is providing long-term agricultural credit facilities at a grassroots level. Okay, അപ്പോൾ PCRDBസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സ്ഥാപനമാണ് PCRDBs. അതിൻ്റെ അപ്പെക്സ് തലത്തിലുള്ള ബാങ്കാണ് KSCARDB ലിമിറ്റഡ് ഓർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KSCARDBസിനെ കുറിച്ചിട്ടാണ്. As per Section 21 RA of the KCS Act, Kerala Cooperative Societies Act 1969, State Cooperative Agricultural and Rural Development Bank means an apex society having only primary co-members and functioning in accordance with the provisions contained in the Kerala State Cooperative Agricultural and Rural Development Banks Act 1984. ഇപ്പോൾ ഒരു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അണ്ടറിലും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനിങ് പ്രൊവിഷൻസ് അതിൻ്റെ റൂൾസ് ആൻഡ് ബൈലോസൊക്കെ കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആക്ട് 1984 പ്രകാരമാണ് നടക്കുന്നത്. അതാണൊരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. അതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കോ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരാണ്? PCARDBs ആണ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ക്ലിയർ? ആൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956. അന്ന് അത് അറിയപ്പെട്ടിരുന്നത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നാണ്. with the avowed purpose of catering the long-term agricultural credit needs of the farmers in the states. അതായത് അതിൻ്റെ ഡിക്ലെയർഡ് പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് പർപ്പസ് ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാം, ഫാർമേഴ്സിൻ്റെ ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബേസിക്കലി അതിൻ്റെ പർപ്പസ്. ഇറ്റ് ഈസ് ദി അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ്ഡ് അണ്ടർ ദി ഫെഡറൽ സ്ട്രക്ചർ. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടു ടയർ സ്ട്രക്ചർ. ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് KCARDB അപ്പെക്സ് ലെവലിലും അതുപോലെ തന്നെ പ്രൈമറി തലത്തിൽ PCRDBസും, അങ്ങനെ ടു ടയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫെഡറൽ സ്ട്രക്ചറിലാണ് ഈ ഒരു ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അറ്റ് പ്രസൻറ്റ് ദർ ആർ 75 പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അറ്റ് താലൂക്ക് ലെവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. PCRDBs ഓൾമോസ്റ്റ് എല്ലാ താലൂക്കുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു PCRDB എങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം അപ്പെക്സ് സ്ഥാപനമാണ് KSCARDB എന്ന് പറയുന്നത്. ദ KSCARDB has always been in the forefront of committed activities aimed at bettering the social scenario of the village community. Basically, agricultural credit needs മീറ്റ് ചെയ്യുക വഴി വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ദി എനാക്ട്മെൻറ്റ് ഓഫ് KSCARDB ബാങ്ക് ആക്ട് 1984 ഈ ഒരു ആക്റ്റാണ് പ്രധാനമായിട്ടും അതിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ KCARDBസിൻ്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷനിങ്, അതിനൊരു റോള് കൊണ്ടുവന്നതും അതിൻ്റെ ബൈലോസും കാര്യങ്ങളൊക്കെ പറയുന്നത് 1984 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ടിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്, ഈ ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴുള്ള പർപ്പസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതിലൂടെ നാഷൻ ബിൽഡിംഗ് എന്നുള്ളതാണ്. ഈ ഒരു പർപ്പസ് കൂടുതൽ എൻകറേജ് ചെയ്യാനും ആ ഒരു പർപ്പസിലേക്ക് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് 1984 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് എന്ന് പറയുന്നത്. ഇനി
KCARDBയുടെ ഒരു ഒറിജിനിലേക്ക് പോവുകയാണെങ്കിൽ 1931 ട്രാവൻകൂറിൽ ഫോം ചെയ്ത സ്റ്റേറ്റ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കാണ് അതിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു 1938. ആൻഡ് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്ന് 1956 അത് റീനെയിം ചെയ്യപ്പെട്ടു കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്. ആൻഡ് ഓവർ ദി ഇയേഴ്സ്, അതിനുശേഷം പല നാളുകൾ കഴിഞ്ഞു, ദ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ് വാസ് ഡൈവേഴ്സിഫൈഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് extensively in agriculture sector, industrial and services and business sectors, and the nomenclature of the bank has also changed. Accordingly, the Land Development Bank and later on to Agricultural and Rural Development Banks. ഇപ്പോൾ കാലങ്ങൾ കടന്നുപോയി, അതിൻ്റെ പർപ്പസ് അഗ്രികൾച്ചറൽ നിന്ന് ഇൻഡസ്ട്രി, ബിസിനസ്, അങ്ങനെ പല രീതിയിലേക്കൊക്കെ അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ മാറി, മീൻസ് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം അതിൻ്റെ നെയിമിലും മാറ്റങ്ങളുണ്ടായി, അതിൻ്റെ നെയിമിൻ്റെ സ്ട്രക്ചറിലും ഘടനയിലും മാറ്റം ഉണ്ടായി. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നാണ് 1956 അറിയപ്പെട്ടിരുന്നത് അല്ലേ. ലേറ്റർ ഓൺ അത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആൻഡ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബീയിങ് ദി അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. Its operations are regulated by the Kerala State Cooperative Agricultural and Rural Development Act 1984 and the rules and bylaws framed thereunder. Okay. And the structure of the bank, the Kerala State Cooperative Agricultural and Rural Development Bank function on a federal basis. That means a two-tier structure, an apex level and a primary level. And as the apex long-term credit cooperative organization in the state, the Kerala State Cooperative Agricultural and Rural Development Bank has got 75 affiliated primary cooperative agricultural and rural development banks which functions at a taluk level. And the constitution of the general body, board of management, executive committee and the organization charts are members from this primary cooperative PCRDBs, 75 PCRDBs and the state government, and Kerala State members from Kerala State Electricity Board and the members from Joint Farming Society. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ബേസിക് മെമ്പേഴ്സ് എന്ന് പറയുന്നത് PCARDBs ആണ്. 1931 ട്രാവൻകൂർ സ്റ്റേറ്റിൽ ഫോം ചെയ്ത ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കാണ് അതിൻ്റെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് വാസ് മെർജ്ഡ് വിത്ത് Credit Bank, Travancore Credit Bank in 1938 and later on in 1956 Kerala State Central Land Mortgage Bank established ചെയ്യപ്പെട്ടു 1st November 1956. ഓക്കെ, ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യണം. 1st November 1956 കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. And after that Kerala Cooperative Societies Act was passed in 15th July 1969. KCS ആക്ട് പാസ്സായത് 1969. അപ്പോൾ ഈ അപ്പെക്സ് ബാങ്കുകളുടെ ഒരു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി ഇതോടുകൂടി അവസാനിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ പ്രൈമറി ബാങ്കുകൾക്ക് സ്വതന്ത്ര ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് ബാങ്കുകൾക്കുണ്ടായിരുന്ന ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അതോടുകൂടി എടുത്തു കളയുകയുണ്ടായി 69. അതിനുശേഷം 1977 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് മെമ്പർഷിപ്പ് നൽകുകയുണ്ടായി. പിന്നെ 1985 നോൺ ഫാം സെക്ടർ ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. 1989 റൂറൽ ഹൗസിംഗ് സ്കീം ആരംഭിക്കുകയുണ്ടായി. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആക്ട് അമെൻഡഡ് ഇൻ 1990 ആൻഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 27th June 1990. അമെൻഡ് ചെയ്ത് അത് പ്രാബല്യത്തിൽ വന്നത് June 27th 1990. അതിനുശേഷം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ളത് എൻ്റെ പേര് ചെറുതായിട്ട് കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് മാറുകയുണ്ടായി. 1990 തന്നെ വെഹിക്കിൾ ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ലോൺ സ്കീംസ് ILS എന്ന് പറയും 1993. അതുപോലെ തന്നെ നബാർഡിൻ്റെ സഹകരണത്തോടുകൂടി
അതായത് DAP എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാന് ഫോം ചെയ്യുകയുണ്ടായി. ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ എന്നാണ് പറയുക, DAP. ഇതെന്തിനാന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ വയബിലിറ്റി, അവരുടെ ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആയിട്ടാണ് നടക്കുന്നതെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DAP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ 1998 KCARDBസും അതുപോലെ തന്നെ PCARDBസും ഒക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ 1998 വന്ന മറ്റൊരു സ്കീമാണ് ഗുഡ് പേ മാസ്റ്റർ സ്കീം എന്ന് പറയുന്നൊരു സ്കീം. ഗുഡ് പേ മാസ്റ്റർ സ്കീം എന്ന് വെച്ചാൽ പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഈ പറയുന്ന ഗുഡ് പേ മാസ്റ്റർ സ്കീം. അതുപോലെ തന്നെ ഈ KCARDBസ് മെമ്പേഴ്സിന് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസും, അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് പേരാണ് സ്വരസ്കർ ക്രെഡിറ്റ് കാർഡ്, SCC എന്ന് പറയും. മെമ്പേഴ്സിന് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ഓൾ അബൌട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്.